ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ റെഡി ആയിട്ടൊക്കെ നിൽക്കുകയാണേ. എൻ്റെ ഇന്നലത്തെ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്നാണ് തിരുവനന്തപുരത്തോട്ട് തിരിച്ചു പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഞാനിന്ന് നേരത്തെ എഴുന്നേറ്റിട്ട് നേരത്തെ റെഡിയായി, 1 മണിക്കൂർ മുമ്പ് റെഡിയായിട്ട് നിൽക്കുക. കാരണം റെഡിയായി കഴിഞ്ഞിട്ട് എനിക്ക് ഇതേപോലെ ഇറങ്ങി വന്നിട്ട് വീഡിയോസ് എടുക്കണമെന്ന് തീരുമാനിച്ചതായിരുന്നു. അപ്പം ഞാൻ നേരത്തെ റെഡിയായിട്ട് ഫോണും സ്റ്റാൻഡും എടുത്തുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ വീടൊക്കെ ഒന്നും കൂടി ഓടിച്ച് വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഓണത്തിനല്ലേ ഇങ്ങോട്ട് വരത്തുള്ളൂ. ഓണത്തിന് ഇനി കുറച്ച് ദിവസം കൂടെ ഉണ്ടല്ലോ, തിരുവോണത്തിന്. അപ്പോൾ തിരുവോണം കഴിഞ്ഞിട്ടേ നമ്മളിനി തിരിച്ചിങ്ങോട്ട് വരത്തുള്ളൂ. അപ്പോൾ അതുവരെ ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് ഞാനൊരു കുറച്ച് നേരം കൂടി നിന്നിട്ട് അവിടെ നിന്നൊരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ വയലിൻ്റെ അവിടെയും നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലും ഇവിടെയും അവിടെയൊക്കെ ആയിട്ട് ഇവിടെയൊക്കെ ഒരുപാട് ഞാൻ വന്ന് നിന്നിട്ടുള്ളതാട്ടോ. നമ്മുടെ വയൽ എല്ലാം ഞാൻ നിങ്ങളെയും കൂടി ഒരിക്കൽ കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ മൊത്തം കാട് കയറി കിടക്കുവാണ്. വയലിലോട്ട് ഇപ്രാവശ്യം വന്നപ്പോൾ എനിക്ക് വയലിലോട്ടൊന്നും പോകാനായിട്ട് പറ്റിയില്ല. കാരണം മൊത്തം കാട് കയറി ഇടയ്ക്കൊരു മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് വെള്ളം കയറിയിട്ടൊക്കെ കിടക്കുമായിരുന്നു, മൊത്തം ചെളിയായിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വയലിലോട്ടൊന്നും ഇറങ്ങാനായിട്ട് പറ്റിയില്ല. ഞാൻ അവിടെ നിന്ന് നേരെ നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിലോട്ട് വന്നേ. അമ്മ അവിടെ എല്ലാം ഒതുക്കി റെഡി ആയിക്കൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീടിൻ്റെ മേളിൽ കയറിപ്പോയി. അപ്പോൾ 2 കവറിലായിട്ട് അമ്മ 2-3 റംബൂട്ടാനും കൂടെ കവർ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി പറിച്ചെടുക്കുക, അതും പഴുത്ത് വയ്ക്കുക. അപ്പം അതും കൂടി പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ബാക്കി എല്ലാം കിളികളും അണ്ണാനും പിന്നെ നമ്മുടെ ഈ വവ്വാലുണ്ടല്ലോ എല്ലാം കൊത്തി പറിച്ച് ഇല്ലാണ്ടായിപ്പോയി കേട്ടോ. പിന്നെയാണ് അമ്മ ഇങ്ങനെ കയറ് കെട്ടിയിട്ടത്. കവറ് കെട്ടിയിട്ടത് കൊണ്ട് ഇത്രയെങ്കിലും കുറച്ചെങ്കിലും നമുക്ക് പറിച്ച് പഴുപ്പിച്ച് എടുക്കാനായിട്ട് പറ്റി. ഇല്ലെങ്കിൽ ബാക്കിയെല്ലാം ഇതുങ്ങൾ കൊണ്ടുപോയേനെ. അപ്പം ഞങ്ങൾ 2 പേരും കൂടാണ് കയറി വന്നത്, ഞാനും നീലൂട്ടനും കൂടെ കയറി വന്നത് റംബൂട്ടാൻ പറിക്കാനായിട്ട്. അപ്പോൾ ലാസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ വർഷത്തെ വിളവിൽ ലാസ്റ്റ് റംബൂട്ടാനാണ് നമ്മളീ പറിച്ചെടുക്കുന്നത്. ബാക്കി ഇനിയില്ല, പൊട്ടുമില്ല, പച്ചയില്ല, ഒന്നുമില്ല കേട്ടോ. ലാസ്റ്റ് അങ്ങനെ ഞാനായിട്ടങ്ങ് ക്ലൈമാക്സ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ റംബൂട്ടാനും പറിച്ച് ഞങ്ങൾക്ക് 11:50 കായംകുളത്തുനിന്ന് ട്രിവാൻഡ്രത്തോട്ട് ഉള്ള ട്രെയിനുള്ളത്, ജനശതാബ്ദിയാണ്. അപ്പോൾ നീലൂട്ടൻ പേരയ്ക്ക പറിക്കണമെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പേരയ്ക്കൊന്നും വിളഞ്ഞില്ലായിരുന്നു. അപ്പം നമുക്കിനി ഒരു 10 മണിക്കാണ് ഓട്ടോ വരാൻ പറഞ്ഞേക്കുന്നത്. ഓട്ടോയ്ക്ക് നമ്മൾ പഴകുളത്തിറങ്ങിയിട്ട് പഴകുളത്തുനിന്ന് ബസ്സിന് കായംകുളത്തിറങ്ങും. അവിടെ നിന്ന് ട്രെയിനിന് ട്രിവാൻഡ്രത്ത് പോകും. അങ്ങനെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഇപ്പോൾ സമയം 9:30 ആയിട്ടേ ഉള്ളൂ കേട്ടോ, 10 മണിയൊന്നും ആയിട്ടില്ല. അപ്പോൾ 10 മണിക്കാണ് ഓട്ടോ വരാൻ പറഞ്ഞേക്കുന്നത്. നേരത്തെ റെഡി ആയിട്ട് നിന്നതുകൊണ്ട് ഇതൊക്കെ പറിക്കാനായിട്ട് പറ്റി കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ മറന്നു പോയേനെ. വെപ്രാളം പിടിച്ച് എല്ലാ പ്രാവശ്യവും ഞാനിങ്ങനെ വെപ്രാളം പിടിച്ചിട്ട് റെഡിയാവുമേ. സമയമാകുമ്പോൾ കിടന്ന് ഓടിപ്പെടലടിച്ച് വെപ്രാളം പിടിച്ച് ഇറങ്ങുമ്പോഴത്തേനും എടുക്കാൻ ആലോചിക്കുന്ന സാധനങ്ങളൊന്നും ഞാൻ എടുക്കത്തില്ല. ഇന്നെന്തായാലും നേരത്തെ റെഡിയായിട്ട് നിന്നതുകൊണ്ട് ഇതെല്ലാം പറിച്ചെടുക്കാനായിട്ട് പറ്റി. അപ്പോൾ നീലൂട്ടനും റെഡിയായി. നീലൂട്ടൻ ശരിക്കും പറഞ്ഞാൽ ആദ്യം ഈ ഒരു ടീഷർട്ട് അല്ല എടുത്തിട്ടത്. എനിക്കത് ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്കെന്തോ ഒരു ഗുഡ് ഫീല് തോന്നിയില്ല. അപ്പം ഞാനത് മാറ്റിയിട്ട് ഈ ടീഷർട്ട് ഇട്ട് കൊടുത്തു. ഇത് കാപ്പിപ്പൊടി കളർ ടീഷർട്ടാണ് കേട്ടോ. ഞാൻ ഈ ചുരിദാർ ഇട്ടുകൊണ്ടാണ് പോകുന്നത്. അപ്പം ഞാൻ അതിൽ നിന്ന് നല്ല റെഡ് കളറിൽ ഒരു റംബൂട്ടാൻ എടുത്ത് ഞാൻ അന്നേരം തന്നെ കഴിച്ചു കേട്ടോ. എനിക്ക് അന്നേരം തന്നെ ആ റംബൂട്ടാൻ കഴിക്കാനായിട്ട് തോന്നി. അങ്ങനെ അതും കഴിച്ചിട്ട് ഞാനിനി ഒന്നും കൂടെ നമ്മുടെ വീടിൻ്റെ മുകളിൽ നിന്നിട്ടുള്ള വ്യൂ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ വയലിൻ്റെ ഒന്നും കൂടി നിങ്ങളെ ഒന്ന് കാണിക്കണമെന്ന് തോന്നി എനിക്ക്. ഇനി നമ്മുടെ ഈ വയലും പാടവും പശുവും എല്ലാവരെയും ഇനി എൻ്റെ വ്ളോഗിൽ കാണണമെന്നുണ്ടെങ്കിൽ അടുത്ത ഈ വരുന്ന ഓണം വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ 10 മണി കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ഇറങ്ങി. ഓട്ടോ വരാറായി, വിളിച്ചപ്പം വരാറായി. ഞങ്ങൾ ഇറങ്ങി കേട്ടോ. റെഡിയായിട്ട് ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. എല്ലാം എടുത്തുകൊണ്ട് ഇറങ്ങി റോഡിലോട്ട് പോവുക, കഥമൊക്കെ പൂട്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ റോഡിൽ വന്ന് നിന്നപ്പോഴേ ഓട്ടോ വന്നു. ഞങ്ങൾ ഓട്ടോയിൽ കയറി പഴകുളത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചെറിയ ഒരു 2 കാറ് കാരണം ബ്ലോക്കായിപ്പോയേ.
കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഫ്രണ്ടിൽ കിടക്കുന്ന കാറുകളുണ്ടോ, അതിന് രണ്ട് കാറിനും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട് പറ്റും. പക്ഷേ അതിൽ കാറിലിരിക്കുന്ന രണ്ടുപേരും കൂടെ ഉടക്കായിരുന്നു. രണ്ടുപേരിൽ ആരും അങ്ങോട്ടും എടുക്കത്തില്ല വണ്ടി, ഇങ്ങോട്ടും എടുക്കത്തില്ല വണ്ടി. അങ്ങനെ ഞങ്ങളും അവിടെ സ്റ്റക്കായിപ്പോയി കുറേ നേരം ഓട്ടോയിൽ അവിടെ കിടന്ന്. പിന്നെന്തോ ഇതെന്നറിയോ, ഷാജിമാമ ഓട്ടോ ഫ്രണ്ടിലോട്ട് അങ്ങ് എടുത്തുകൊണ്ട് പോയി, എന്നാ അവിടെ കിടക്കെന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ അങ്ങോട്ട് ചെന്നപ്പോൾ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വണ്ടി അങ്ങ് എടുത്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പഴവളത്തെത്തിയിട്ട് ബസ് സ്റ്റോപ്പിൽ ഇനി ബസ് കാത്ത് നിൽക്കണം കേട്ടോ ഇവിടെ. അപ്പോൾ ബസ് സ്റ്റോപ്പിൽ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് ബസ് കിട്ടിയപ്പം ബസ്സിൽ കയറിയപ്പോൾ തൊട്ട് എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ബസ്സിൽ നല്ല കിടുക്കാച്ചി പാട്ടുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ. പക്ഷേ എനിക്ക് എന്താണെന്നറിയത്തില്ല, എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു. നീലുട്ടനാണെങ്കിൽ നല്ല ഉറക്കവും വരുന്നുണ്ടായിരുന്നു, ഉറക്കം തൂങ്ങിയിരിക്കുമായിരുന്നു. ഞങ്ങളങ്ങനെ നേരെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു. അവിടെ നിന്ന് പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് അവിടെയൊക്കെ ഇരുന്നിട്ട് നമുക്ക് ടൈം ഉണ്ടായിരുന്നു കേട്ടോ ട്രെയിനിന്. നമ്മൾ വന്നത് 11:15 കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. അങ്ങനെ ഞാൻ നീലുട്ടന് പാപ്പമൊക്കെ വാങ്ങിക്കാനായിട്ട്, ട്രെയിനിലിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പാപ്പമൊക്കെ വാങ്ങിക്കാനായിട്ട് പോയി. 4ാമത്തെ പ്ലാറ്റ്ഫോമിലായിരുന്നു നമുക്ക് ട്രെയിൻ വരുന്നത്. അതുകൊണ്ട് 4ാമത്തെ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കടയൊന്നുമില്ല. അപ്പോൾ 2ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഞാൻ പോയി എല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ നീലൂട്ടൻ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കൂട്ടത്തിൽ ഞങ്ങൾക്കും കിട്ടിയാലോ എന്നും പറഞ്ഞ് പ്രാവും കാക്കകളും എല്ലാം വന്നിങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ. അവർക്കും കൊടുത്തു. അങ്ങനെ ഏതൊക്കെയോ ട്രെയിനുകളൊക്കെ ഇങ്ങനെ വന്നും പോയി ഇരുന്നു. നമുക്ക് 11:50 നമ്മുടെ ട്രെയിന്. 11:55 കഴിഞ്ഞപ്പോഴത്തേനും നമ്മളുടെ ട്രെയിൻ ജനശതാബ്ദി വന്നുകൊണ്ടിരിക്കുന്നു ഗൈസ്. ഒരു 1.5 ഓട്ടോ ഓടി കേട്ടോ. നമുക്ക് D1 സീറ്റ്. അവിടെ D1 കണ്ടുപിടിക്കാൻ വേണ്ടി ഓടിയ ഓട്ടം. അങ്ങനെ ട്രെയിനിൽ കയറിയിട്ട് കുറച്ച് തിരക്കുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല. അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി. അമ്മയാണ് കേട്ടോ എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത്. അമ്മ ഒരു വീഡിയോ എടുത്ത് തരാനായിട്ട് പറഞ്ഞു. പിന്നെ ഞങ്ങൾ നേരെ ബസ് പിടിച്ച് കനകക്കുന്നിൻ്റെ അവിടെ എത്തിയപ്പോൾ ഇന്ന് ഇതിൻ്റെ ഉദ്ഘാടനം ആയിരുന്നെന്നാണ് തോന്നുന്നത് കേട്ടോ. പുതിയ KSRTC ബസ്സുകളുടെ. അങ്ങനെ അതെല്ലാം ഇങ്ങനെ നിരത്തിയിട്ടേക്കുന്ന കണ്ടേ, KSRTC പുതിയ ബസ്സുകൾ. അപ്പോൾ അതെല്ലാം കണ്ടുകൊണ്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവാട്ടോ. അപ്പോൾ ഒരുപാട് ബസ് അങ്ങനെ നിരത്തി, പുതിയ നല്ല പളപളപ്പം ബസ്സുകളിങ്ങനെ നിരത്തിയിട്ടേക്കുന്നു. ഫാസ്റ്റ് പാസഞ്ചർ, KSRTC. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴാണ് നീലൂട്ടൻ്റെ പുതിയ കാറ് അച്ഛൻ വാങ്ങിച്ചുകൊണ്ട് വന്നത്. നീലൂട്ടൻ തന്നെ പോയി തപ്പി കണ്ടുപിടിച്ചു. എനിക്കും ഉണ്ടായിരുന്നു സർപ്രൈസ്. എനിക്ക് ഈ ഒരു പേഴ്സ് വാങ്ങിച്ചു തന്നിട്ടുണ്ട് ചേട്ടായി. അപ്പോൾ അലമാരിക്കകത്ത് ഇരുന്നതാണേ. ഈ ഒരു 4 മൊബൈൽ വേണമെങ്കിൽ വയ്ക്കാൻ തോന്നുന്നു കേട്ടോ. ഇതിൽ 2 ഉറയുണ്ട്, 4 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന, അങ്ങനെയൊക്കെ കണ്ടല്ലോ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പിന്നെ ഈ ഒരു ബാഗും വാങ്ങിച്ചു തന്നു. ഇതിൽ 4 ഉറയുണ്ട് കേട്ടോ, ചെറുതിന്ന് വലുതിലോട്ട് 4 ഉറ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഞാൻ വന്ന ഉടനെ മിറ്റമൊക്കെ തൂത്തായിരുന്നേ. മിറ്റം ഒരു കോലത്തിൽ കിടക്കുമായിരുന്നു, ഇത്രയും ദിവസം തൂക്കാതിരുന്നതുകൊണ്ട് മിറ്റമൊക്കെ തൂത്തു. അപ്പം നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പം ബായ്.